ഹലോ വീവേഴ്സ്, ഞാനിന്ന് കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഞാനിന്ന് കുറച്ച് അടുക്കള ടിപ്സായി വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതെല്ലാം ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. ടിപ്സ് 1. നല്ല സോഫ്റ്റായ ചപ്പാത്തി ഉണ്ടാക്കാനായി ഗോതമ്പ് പൊടി ഒരു പരന്ന പാത്രത്തിലിട്ട് നന്നായി കുഴയ്ക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂർ അടച്ചു വയ്ക്കണം. എന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കാവൂ. കുഴയ്ക്കുമ്പോൾ ഗോതമ്പ് പൊടിയിൽ കുറച്ച് പാലോ എണ്ണയോ അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളമോ കൂട്ടി കുഴയ്ക്കുക. ടിപ്സ് 2. ഗ്യാസ് കത്തിക്കുന്ന ലൈറ്ററിൽ അഴുക്ക് പോകാനായി ഡിയോഡ്രൻറ്റ് പഞ്ഞിയിലോ തുണിയിലോ ആക്കി ലൈറ്ററിൽ നന്നായി തുടയ്ക്കുക. അഴുക്ക് പോയി കിട്ടും. ടിപ്സ് 3. കരിവേപ്പില വാടാതിരിക്കാനും മണം പോകാതിരിക്കാനുമായി ഇല ഊരിയിട്ട ഒരു കുപ്പിയിൽ എയർ ടൈറ്റായി അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക. 2 ആഴ്ചയോളം കരിവേപ്പില വാടാതിരിക്കും, മണം പോകുകയില്ല. ടിപ്സ് 4. വെളുത്തുള്ളി ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് തൊലി കളയുകയാണെങ്കിൽ തൊലി വേഗം പോയി കിട്ടും. ടിപ്സ് 5. നമ്മുടെ കറിക്ക് ഉപ്പ് അധികമായാൽ അതിൽ ഒരു ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഇടുക. അല്ലെങ്കിൽ ആട്ട കുഴച്ച് അതിൽ നിന്ന് ഒരു ചെറിയ ഉരുള കറിയിൽ ഇട്ടാലും മതി. ഉപ്പ് ശരിയാവും. കറി വിളമ്പുമ്പോൾ അത് എടുത്ത് കളയാൻ മറക്കരുത്. ടിപ്സ് 6. 2 ഗ്ലാസ് പച്ചരിയും 1 ഗ്ലാസ് പുഴുങ്ങലരിയും അതായത് ചോറ് വയ്ക്കുന്ന അരിയും കൂട്ടി പൊടിച്ചാൽ നല്ല സോഫ്റ്റായ പുട്ട് ഉണ്ടാക്കുവാൻ പറ്റും. ടിപ്സ് 7. കായ അരിയുമ്പോൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കായ അരിയുക. എന്നാൽ കയ്യിൽ കറ പിടിക്കുകയില്ല. ടിപ്സ് 8. ഉള്ളി കേടാവാതിരിക്കാൻ ഉള്ളി വാങ്ങിയ ഉടൻ 2 ദിവസം വെയിലത്ത് ഉണക്കി സൂക്ഷിച്ചാൽ കേടാവില്ല. ഇന്നത്തെ അടുക്കള ടിപ്സ് ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.